ഏട്ടൻ പറഞ്ഞു തരാറുള്ള കഥകളിലെല്ലാം ഒരു നായകനുണ്ടായിരുന്നു. നയിക്കുന്നവനാണ് നായകൻ എന്ന് പറഞ്ഞു തന്നതും ഏട്ടനാണ്. പക്ഷേ ഞാൻ കേട്ട കഥകളിലെ ഹീറോ ഒരു രാജാവോ രാജകുമാരനോ വിപ്ലവകാരിയോ ഒന്നുമായിരുന്നില്ല. മറിച്ച് കഥകൾ പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള, പറയുന്ന കഥകളിലെ കഥാപാത്രങ്ങളായി പകർന്നാടുന്ന ഒരു സാധാരണ മനുഷ്യൻ. പിന്നീട് ആ ക്ലാസ്സുകളിൽ സ്വയം അറിയാതെ അലിഞ്ഞിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അറിഞ്ഞു. വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ എന്നും നായകനായ ആ പിതൃബിംബത്തെ ജയകൃഷ്ണൻ മാഷ് എന്ന് വിളിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ജയകൃഷ്ണൻ മാഷിന്റെ ക്ലാസ്സുകൾ വെറും ക്ലാസ്സുകളല്ല, അവ ജീവിതമാണെന്ന് തോന്നിയിട്ടുണ്ട്. മാഷ് സത്യത്തിൽ പഠിപ്പിക്കുകയല്ല, ക്ലാസ്സിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കടാ ശഠ, ദുർഘട സ്ഥാനത്ത് വന്ന് ശയിക്കാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. കഥയും കവിതയുമെല്ലാം ഞങ്ങളെ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കവിതകൾ പഠിപ്പിക്കുന്നത് മനസ്സിൽ തൊട്ടിട്ടാണ്, സ്വയം മറന്ന്. അങ്ങനെ എന്താ പറയാ, മാഷുണ്ടാക്കുന്ന ഒരു വൈകാരിക ലോകത്തേക്ക് ഞങ്ങളെ അങ്ങ് കൈ പിടിച്ചു കൊണ്ടുപോകുകയാണ്. പുതുക്കോട് എന്ന പാലക്കാടൻ ഗ്രാമഭൂമികയിൽ 31 വർഷങ്ങൾക്ക് മുമ്പ് കാൽകുത്തിയ ജയകൃഷ്ണൻ മാഷ് പുതുക്കോടിൻ്റെ സ്പന്ദനമായ JK മാഷായി മാറിയതിൻ്റെ ചരിത്രം ഒരു സത്യനന്ദിക്കാട് ചിത്രം പോലെ സുഗ്രാഹ്യമാണ്. മാഷ് തേരിറങ്ങിയത് കേവലമൊരു തരിശിലല്ല, ഏതു നന്മയുടെ വിത്തുകളും മുളപൊട്ടുന്ന പുതുക്കോടെന്ന ഉർവര ഭൂമിയിലാണ്. സാറിന്റെ ക്ലാസ് ഒരു അടിപൊളി ക്ലാസ്സാണ്, ഒരു സിനിമയൊക്കെ കാണുന്ന പോലെ. എന്നിട്ട് സാറ് അതിൽ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടാണ് നമ്മുടെ മുന്നോട്ട് വരുന്നത്. യുദ്ധത്തിന്റെ പരിണാമം എടുക്കുമ്പോൾ സാറ് അശ്വതാത്മാവായി മാറും, സാർ ദുര്യോധനായി മാറും. അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളായി മാറി. പകർന്നാട്ടം എന്നൊക്കെ പറയുന്നത് ഇതിനായിരിക്കാം. ക്ലാസ് റൂം എന്ന ഒരു ചെറിയ ലോകത്തിൽ നിന്നും ഒരു സുന്ദരമായ വലിയ ലോകത്തിലേക്ക് സാർ ഞങ്ങളെ കൈ പിടിച്ചു ഉയർത്തിക്കൊണ്ടുവരികയാണ്. 8ാം തരത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്നത്. അന്ന് വരെ അഭിനയം ഒരു പാഷനായിരുന്നു എനിക്ക്. സ്കൂളിലേക്ക് വന്നപ്പോൾ അതെൻ്റെ ജീവിതമായി മാറി. അതിന് കാരണം JK മാഷാണ്. ഞാൻ 8ാം തരത്തിൽ പഠിക്കുമ്പോൾ സബ് ജില്ലാ കലോത്സവത്തിൽ സാറിൻ്റെ മർമ്മസ്പർശമായ ഒരു സ്ക്രിപ്റ്റും സംവിധാനവും അവതരിപ്പിച്ചത് ഇന്നും ഓർക്കുന്നു. അയ്യങ്കാളിയും ആദിവാസിയായ മധുവിൻ്റെ കൊലപാതകവും ലിംബാലയും രണ്ടിടങ്ങയും പാശ്ചാത്യവൽക്കരണവുമെല്ലാം ഓരോ ഫ്രെയിമുകളിലായി ഇതൾ വിരിയുന്ന കൊളാഷ് വിസ്മയമെന്ന് വിധികർത്താക്കൾ അതിന് വിധിയെഴുതി. സബ് ജില്ലയിൽ നിന്നും എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. തുടർന്ന് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ജില്ലാതലത്തിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് അവിടെ നിന്ന് സെക്കൻഡ് വിത്ത് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. അടുത്ത വർഷം, അതായത് ഞാൻ 9ാം തരത്തിലേക്ക് എത്തിയപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു മാനസിക പ്രശ്നമാണ് ഞാൻ അവതരിപ്പിച്ചത്, ഗാസയിലെ മനുഷ്യവേട്ട. ഞാനത് അവതരിപ്പിക്കുമ്പോൾ ആസ്വാദകനും അത് എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് സ്റ്റേജിൽ നിന്നും ഞാനത് അവതരിപ്പിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. സാറിൻ്റെ ഓരോ സ്ക്രിപ്റ്റുകളും അത്രത്തോളം ഫീലിങ്സ് ഉണ്ടാക്കുന്നവയായിരുന്നു. ഈ വർഷം ഞാൻ അവതരിപ്പിച്ചത് മഹാഭാരതത്തിൻ്റെ പുനർവായനയായിരുന്നു. ഗാന്ധാരിയും ദ്രൗപദിയും എല്ലാം ആധുനിക സാമൂഹിക വേദിയിൽ മനസ്സ് തുറക്കുകയായിരുന്നു സ്ക്രിപ്റ്റിൽ. അത് അവതരിപ്പിച്ചപ്പോൾ യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ നിരർത്ഥകതയെ ശക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു സ്ക്രിപ്റ്റായിരുന്നു അത്. ഫലപ്രഖ്യാപനം വന്നപ്പോൾ എനിക്ക് വീണ്ടും ചരിത്രം ആവർത്തിച്ചതുപോലെ സെക്കൻഡ് വിത്ത് A ഗ്രേഡ് ലഭിച്ചു. സാറിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ ഞാൻ ആകെ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം സാറിൻ്റെ ഈ റിട്ടയർമെൻ്റ് വേളയിൽ ഒരു സംസ്ഥാനതല പങ്കാളിത്തം സമ്മാനമായി സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന തീരാദുഃഖം അതിന്നും ഒരു ദുഃഖമായി എൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. എന്തായാലും വാക്കുകൾ ഒരു മുത്തുകൾ പോലെ മഹാസാഗരമായി മനസ്സിലേക്ക് ഒഴുക്കി തീർത്ത ആ അതിലെ പ്രതിഭയ്ക്ക് നിറഞ്ഞ സ്നേഹാദരവുകൾ നേരുന്നു. കൊള്ളാൻ വല്ലതും ഒന്നു കൊടുക്കാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ. കൊടുക്കലും വാങ്ങലും അർത്ഥപൂർണങ്ങളായപ്പോൾ ഒരു കൂട്ടം മികച്ച വിദ്യാർത്ഥികളും മികച്ച ഒരു അധ്യാപകനും സ്വാഭാവികമായി ഉരുവപ്പെടുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ പുതുക്കോടിൻ്റെ ലാവണ്യ ദർശനങ്ങൾ കൂടുതൽ ദിശാബോധം കൈവരിച്ച് തിടം വച്ച് വളരുകയായിരുന്നു. കാണുന്നീരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ചരിത്ര പുസ്തകങ്ങൾ മറിച്ചു നോക്കിയപ്പോൾ എൻ്റെ വംശത്തെപ്പറ്റി ഒരു അക്ഷരവും കാണുന്നില്ല. പക്ഷേ മറ്റനേകം വംശചരിത്രങ്ങൾ ഈ ചരിത്ര പുസ്തകങ്ങളിൽ ഇങ്ങനെ സമൃദ്ധമായിട്ട് കാണപ്പെടുന്നു. ഞാൻ 7ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിൽ പഠിച്ച് 8ൽ സർവജനയിലെത്തി. ആദ്യം മാഷെ കണ്ടപ്പോൾ മാഷ് അത്രയ്ക്ക് വലിയ സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നാടൻപാട്ട് മത്സരത്തിൽ ഞാൻ പേര് കൊടുത്തപ്പോൾ മുതൽ മാഷിൻ്റെ ഒരു സ്പെഷ്യൽ കെയർ എനിക്ക് കിട്ടിത്തുടങ്ങി. മാഷ് എനിക്കൊരു പാട്ട് പിന്തുണ നൽകി.
വിദ്യാരംഗം ഉപജില്ലയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി, അതുപോലെ ജില്ലാതലത്തിലും. ഇത്രയും സ്നേഹ നിർബന്ധങ്ങളോടെ എൻ്റെ ചെറിയ കഴിവിനെ വലുതാക്കാൻ കാണിച്ച മാഷിൻ്റെ താല്പര്യത്തിന് ഞാൻ എന്താ പറയുക. മാഷിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ക്ലാസ് എടുക്കുമ്പോൾ മലയാളമാണ് എടുക്കണമെങ്കിലും അതിനുപരി ബയോളജിയിലേക്കും നരവംശാസ്ത്രത്തിലേക്കും ഹിസ്റ്ററിയിലേക്കും ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ പറന്നു പോകും. അപ്പം ഞങ്ങളും അങ്ങനെ കൂടെ പോകും. ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നവോരു പാടുന്നേ, മിറ്റത്തോരുണ്ണീടെ പറ്റഴി കാണാനും കാലേ ചെറുപ്പത്തിൽ കാണാൻ കോതീച്ചമ്മ. 31 വർഷത്തെ സ്നേഹബന്ധമാണ് ജയേഷ് മാഷും ഞാനും തമ്മിലുള്ളത്. ഒറ്റപ്പാലത്ത് വെച്ച് പരിചയപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ സൗഹൃദം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സഹപ്രവർത്തകനും സഹപാഠിയും ഒരു ജ്യേഷ്ഠ തുല്യനായ വ്യക്തിയുമാണ് ജയേഷ് മാഷ് എനിക്ക്. മാഷ ക്ലാസ്സുകൾ എന്നും ഞങ്ങൾക്ക് ആവേശമാണ്. ഒരു അധ്യാപകൻ, ഒരു പരിശീലകൻ മാത്രമല്ല, സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ, നല്ലൊരു കലാസ്വാദകൻ, നല്ലൊരു കലാകാരൻ തുടങ്ങി അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മാഷിൻ്റെ ബഹുമുഖ വ്യക്തിത്വം നേരിട്ട് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാഷുമായിട്ടുള്ള യാത്രകൾ പുതിയ അനുഭവങ്ങളാണ് പകർന്നു തന്നത്. 31 കൊല്ലത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ജീവിതത്തിൽ ഇനിയും മാഷോടൊപ്പമുള്ള സൗഹൃദത്തോടെയുള്ള യാത്രകൾ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മാഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ ആദ്യമായിട്ട് 8ാം ക്ലാസ്സിലാണ് സർവജന സ്കൂളിൽ പഠിക്കാൻ വരുന്നത്. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ JK സാറിനെ കാണുന്നത്. ആദ്യം ഞാൻ കണ്ടപ്പോൾ സാധാരണ ഒരു സാറിങ്ങനെ ക്ലാസ് എടുത്ത് പോകണ പോലെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ബുക്കിലുള്ളതിന് ഉപരി അതിന് പുറത്തുള്ള വിഷയങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത്. സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ക്ലാസ്സിൽ നിന്നല്ലാണ്ട് പുറത്തൊരു വേറൊരു ലോകത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. നൂല് പൊട്ടി പറക്കുന്നത് ഞങ്ങളുടെ മനസ്സിനെ ഒരു വിശാലമായ ഒരു ശൂന്യാകാശത്തേക്ക് നയിക്കുന്ന ഒരു ഇളം കാറ്റാണ് ഞങ്ങളുടെ JK സാർ. ഈ സ്കൂളിനെ പഠിച്ചതാണ് നമ്മുടെ അവിടുത്തെ നാട് മക്കൾക്ക് വേണ്ടിയിട്ട് വാക്കിയതായിട്ട് പഠിച്ചു കുറെ കുട്ടികളെ മുമ്പോട്ട് പഠിച്ച് അവന്റെ ബുദ്ധി പറഞ്ഞു. കുറെ നിലകളായി 1 വർഷത്തിന് സാർ പഠിക്കൊണ്ടിരുന്നതാണ് എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് ഒത്തിരി മതി സെറ്റി കൊടുക്കാനോ കൊടുക്കാനോ നല്ലപോലെ ഡീസുള്ള സാറാണ്. നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിനെ എല്ലാ മക്കൾക്ക് ഭീകരമായിട്ട് പഠിച്ച് മുമ്പോട്ട് വരാൻ വെച്ചത് സാറാണ്. ഏപ്രിലിന് 6 സാറിന്റെ റിട്ടയർഡ് ആകാൻ പോകുന്നു. ആ ബർത്ത്ഡേ കൂടിയാണ്, സാറിന്റെ ബർത്ത്ഡേ കൂടിയാണ്. ആ ടൈമിന് സാർ റിട്ടയർഡ് ആകുന്നത്. എല്ലാവരും അതിനെ കണ്ടെത്തണം, അതിനെ പങ്കെടുക്കണം. അതിനെ ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കും, പങ്കെടുക്കാൻ പറ്റും. മാസ്ക് എല്ലാവർക്കും കൂടി എല്ലാവരുടെ ആസ്മസും സാറിന്റെ ആസ്മസും കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു അധ്യാപകന് അച്ഛനാകാൻ സാധിക്കും, പക്ഷേ അദ്ദേഹത്തിന് ഒരമ്മയാകാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ യെസ് എന്ന മറുപടിയാണ് JK മാഷ്. ഇവിടെ ഒരു യാത്ര താൽക്കാലികമായി അവസാനിക്കുന്നു. 3 പതിറ്റാണ്ടിലധികമായി പുതുക്കോട് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ തലമുറകളെ മാതൃഭാഷയുടെ നിലാവഴികളിലൂടെ കൈപിടിച്ച് നടത്തിയ കുട്ടികളുടെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ തൻ്റെ ദൗത്യത്തിന് അർത്ഥപൂർണമായ അർദ്ധവിരാമമിടുന്നു. സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി, സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ.